എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത റിവിഷൻ ടെസ്റ്റ് ആണ്. നമ്മുടെ സിലബസ് പ്രകാരം 10 മാർക്കിനുള്ള ചോദ്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. അതായത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഈ 4 ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് 10 മാർക്കിനുള്ള ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ ഈ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് വിശദമായ ടോപ്പിക് വൈസ് റിവിഷൻ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലാസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ക്ലാസ് ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 10 മാർക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ഈ റിവിഷൻ ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. റിവിഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സാർസ് ആണ്. അടുത്തത്, വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മാത്രം ശരി, അതായത് ചെമ്പ്. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ചെമ്പാണ്. അടുത്ത ചോദ്യം, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 2, 4, അതായത് ഡയേറിയ, ടൈഫോയിഡ്, കോളറ. ഇവയെല്ലാം മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ജലജന്യ രോഗങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 3, 4, അതായത് ജലജന്യ രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. ഇവ 3 ജലജന്യ രോഗങ്ങളാണ്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ജലജന്യ രോഗമല്ല, മറിച്ച് രോഗബാധിതനായ വ്യക്തിയുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ ശരീരസ്രവങ്ങളിലൂടെയോ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. ബാക്കിയെല്ലാം ജലജന്യ രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വൈഡൽ ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് വൈഡൽ ടെസ്റ്റ്. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? സാംക്രമിക രോഗം എന്ന് പറയുന്നത് പകരുന്ന രോഗങ്ങളാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ഷയരോഗമാണ്. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, കരളിനെയാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ആൻസർ കീ പ്രകാരം വരുന്നതും കരളാണ്. അടുത്ത ചോദ്യം, കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിബ്രിയോ കോളറ. അടുത്ത ചോദ്യം, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ച് ജീവിക്കുന്ന സൂക്ഷ്മജീവി ഏത്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈറസ് ആണ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ച് ജീവിക്കുന്ന സൂക്ഷ്മജീവിക്ക് ഉദാഹരണമാണ് വൈറസ്. കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ ആണ്, ലൂയി പാസ്റ്റർ. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ്, സിക്ക. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? ഓറൽ പോളിയോ വാക്സിൻ ഓപ്ഷൻ എ ആണ് ഉത്തരം, ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും, അതായത് നിപ്പ, ജാപ്പനീസ് എൻസഫലൈറ്റിസ്. ഇവ രണ്ടും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ചോദിച്ച ചോദ്യമാണ്. ചുവടെ പറയുന്നവയിൽ ആർക്കാണ് എയ്ഡ്സ് വൈറസിന്റെ കണ്ടെത്തലിന് 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലുക് മൊണ്ടെയ്നർ. അടുത്ത ചോദ്യം, ഏതിനെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ? ഓപ്ഷൻ സി ആണ് ഉത്തരം, മോണ. മോണയെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ.
സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്ന് നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മലമ്പനി, മന്തുരോഗം, കരിമ്പനി. 2030 ഇന്ത്യയിൽ നിന്ന് നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങളാണ് മലമ്പനി, മന്തുരോഗം, കരിമ്പനി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന രോഗങ്ങളെയും മനുഷ്യശരീരത്തിൽ അവ ബാധിക്കുന്ന അവയവങ്ങളെയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. രോഗങ്ങളും അവ ബാധിക്കുന്ന അവയവങ്ങളും. ഓപ്ഷൻ എ ആണ് ഉത്തരം. പാർക്കിൻസൺസ് ബാധിക്കുന്ന അവയവം നാഡീവ്യവസ്ഥ, ടൈഫോയിഡ് കുടൽ, എക്സിമ ത്വക്ക്, ഡിപ്തീരിയ തൊണ്ട. ഓപ്ഷൻ എ ആണ് ഉത്തരം. കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 രോഗത്തെ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, പാൻഡമിക് ആണ്. COVID-19 രോഗത്തെ ലോകാരോഗ്യ സംഘടന പാൻഡമിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാണിക്കോള ഫീവർ എന്നും അറിയപ്പെടുന്ന രോഗമേത്? കാണിക്കോള ഫീവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. എലിപ്പനിയാണ്. ഹെപ്പറ്റൈറ്റിസിന് കാരണമായ സൂക്ഷ്മജീവി? ഓപ്ഷൻ എ ആണ് ഉത്തരം. വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസിന് കാരണം വൈറസ്. അടുത്ത ചോദ്യം, സാർസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഓപ്ഷൻ സി ആണ്, ശ്വാസകോശത്തെയാണ്. സാർസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. സ്മോൾ പോക്സ് വാക്സിൻ വികസിപ്പിച്ചത് ആര്? സ്മോൾ പോക്സ് വാക്സിൻ വികസിപ്പിച്ചത് ഓപ്ഷൻ സി ആണ്, എഡ്വേർഡ് ജെന്നർ. സ്മോൾ പോക്സ് വാക്സിൻ വികസിപ്പിച്ചത് എഡ്വേർഡ് ജെന്നർ. കറുത്ത മരണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമേത്? കറുത്ത മരണം. ഓപ്ഷൻ എ ആണ്, പ്ലേഗ് ആണ്. അടുത്ത ചോദ്യം, കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത്? കാരണമറിയാത്ത രോഗങ്ങൾ. ഓപ്ഷൻ ഡി ആണ്, ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. കാരണമറിയാത്ത രോഗങ്ങളാണ് ക്രെപ്റ്റോജനിക് രോഗങ്ങൾ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം. ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സിഫിലിസ്. വാസർമാൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് സിഫിലിസ് രോഗനിർണയത്തിനാണ്. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ഷയരോഗം. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്. വേരിസെല്ല വൈറസ് ഉണ്ടാക്കുന്ന പ്രധാന രോഗമേത്? വേരിസെല്ല വൈറസ്. ഓപ്ഷൻ എ ആണ്, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന്റെ രോഗകാരി വേരിസെല്ല വൈറസ്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗമേത്? ഓപ്ഷൻ എ ആണ്, കുഷ്ഠമാണ്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും HIV അല്ലെങ്കിൽ എയ്ഡ്സും. ഇവ ടാറ്റു ചെയ്യുന്നതിലൂടെ, അതായത് രോഗബാധിതനായ ഒരാൾ ഉപയോഗിച്ച സൂചി ഉപയോഗിച്ച് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. ചോദിച്ച ചോദ്യമാണ്. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി? ഓപ്ഷൻ എ ആണ് ഉത്തരം. വൈറസ് ആണ്. പക്ഷിപ്പനിക്ക് കാരണം വൈറസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അസുഖമാണ് ഈച്ച പരത്തുന്നതല്ലാത്തത്? ഓപ്ഷൻ സി ആണ്, ഡെങ്കിപ്പനിയാണ്. കൊതുക് പരത്തുന്ന അസുഖമാണ് ഡെങ്കിപ്പനി. ബാക്കിയുള്ള കോളറ, എൻറ്ററിക് ഫീവർ,
വയറിളക്കം ഇവയെല്ലാം ഈച്ച പരത്തുന്ന അസുഖങ്ങളാണ്. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, നാഡീവ്യവസ്ഥയെയാണ്. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെ. ആന്ത്രാക്സിന് കാരണമായ സൂക്ഷ്മജീവി ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബാക്ടീരിയ. ആന്ത്രാക്സിന് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖമേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് ക്ഷയം. മന്ത് പരത്തുന്ന ജീവി? ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യൂലെക്സ് കൊതുക്. മന്ത് പരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുക്. ജലദോഷത്തിന് കാരണമായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ വൈറസ് ആണ് റൈനോ വൈറസ്. ഗേൾസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ബി ആണ്, മിക്സഡിമ. ഗേൾസ് രോഗം എന്നറിയപ്പെടുന്നത് മിക്സഡിമ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത്? ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ സി ആണ്, ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. അഡിസൺ രോഗം ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? അഡിസൺ രോഗം ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അഡ്രിനൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം, ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന വൈറസ് രോഗമേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, H1N1. ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന വൈറസ് രോഗം H1N1. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുഷ്ഠമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ഓപ്ഷൻ ഡി ആണ്, എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ചുവടെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരിയല്ലാത്ത രോഗമേത്? ഓപ്ഷൻ സി ആണ്, മീസിൽസ്. മീസിൽസിന്റെ രോഗകാരി വൈറസ് ആണ്. ബാക്കിയുള്ള ക്ഷയം, ആന്ത്രാക്സ്, ടെറ്റനസ് ഇവയുടെ രോഗകാരി ബാക്ടീരിയയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന രോഗങ്ങൾ അവ പരത്തുന്ന ഷഡ്പദങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? രോഗങ്ങൾ അവ പരത്തുന്ന ഷഡ്പദങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. അതായത് മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകൾ, മലേറിയ അനോഫിലസ് പെൺകൊതുകുകൾ, ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ. 4ാമത്തെ ജോഡി തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ലീപ്പിംഗ് സിക്നസ് സാൻഡ് ഫ്ലൈ, അത് തെറ്റാണ്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം പരത്തുന്നത് ടെസി എന്ന ചോര കുടിക്കുന്ന ഈച്ചകളാണ്. അപ്പൊ ഇതില് ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. അടുത്ത ചോദ്യം, അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വിൻകാസ്റ്റിൻ എന്ന ഔഷധം ലഭിക്കുന്ന സസ്യമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശവം നാറി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന രോഗങ്ങളുടെ അപരനാമങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 2, 4 ശരിയാണ്. അതായത് ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ ആണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഇതില് 3ാമത്തെ ജോഡി തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മീസിൽസ് റുബല്ല, അത് തെറ്റാണ്. ജർമ്മൻ മീസിൽസ് ആണ് റുബല്ല എന്നറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 4 ശരിയാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമേത്? കില്ലർ ന്യൂമോണിയ ഓപ്ഷൻ എ ആണ് ഉത്തരം, സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ്. എലിച്ചെള്ള് പരത്തുന്ന രോഗമേത്? എലിച്ചെള്ള് പരത്തുന്ന രോഗം ഓപ്ഷൻ ഡി ആണ്, പ്ലേഗ് ആണ്.
പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ളാണ്. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം, ഓൾറെഡി ഉത്തരം നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ ഡി ആണ്, കുടല്. എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, ഓപ്ഷൻ സി ആണ്, ലുക് മൊണ്ടെയ്നർ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്, ഉത്തരം പറഞ്ഞു, ഓപ്ഷൻ സി ആണ്, രക്തത്തിലൂടെയും ശരീര ദ്രവങ്ങളിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ. മലേറിയയ്ക്ക് കാരണമാകുന്ന അണുജീവി, മലേറിയ അല്ലെങ്കിൽ മലമ്പനിക്ക് കാരണമാകുന്ന അണുജീവി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്ലാസ്മോഡിയമാണ്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന രോഗത്തിന് കാരണമാകുന്ന അണുജീവി അല്ലെങ്കിൽ രോഗകാരി ഏത്? അതിനുത്തരം പ്ലാസ്മോഡിയമാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് രോഗവാഹകരുടെ കാര്യമാണ്. അതായത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന രോഗത്തെ പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. അപ്പോൾ അനോഫിലസ് കൊതുക് എന്ന് പറയുന്നത് മലേറിയ രോഗത്തിന്റെ രോഗവാഹകരാണ്. മലേറിയ രോഗത്തിന്റെ രോഗകാരി പ്ലാസ്മോഡിയം, രോഗവാഹക അനോഫിലസ് കൊതുകുകൾ. ട്രിപ്പാനോസോമിയാസിസ് എന്ന രോഗത്തിന് കാരണമായ അണു, ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസോവ. ട്രിപ്പാനോസോമിയാസിസ് എന്ന രോഗത്തിന് കാരണമായ അണുജീവി പ്രോട്ടോസോവ. മാൻഡോക്സ് ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ഷയം. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ക്ഷയം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഡോട്ട് ചികിത്സ. ഏത് രോഗത്തിന്റെ ശാസ്ത്രനാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജലദോഷം. ജലദോഷത്തിന്റെ ശാസ്ത്രനാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ എ ആണ്, ലുവൻഹോക്ക്. രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്താണു ഏത്? ഓപ്ഷൻ ബി ആണ്, ശ്വേതരക്താണു. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീര അവയവം ഏത്? ഓപ്ഷൻ ഡി ആണ്, ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ഏക അവയവമാണ് ഹൃദയം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലൂക്കോപീനിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. അടുത്ത ചോദ്യം, ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം? ഓപ്ഷൻ എ ആണ്, പാർക്കിൻസൺസ് രോഗം. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗം. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷികളുടെ പ്ലേഗ് മീസിൽസ്, അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏത്? അറിയുന്നവർ കമന്റ് ചെയ്യുക. ബാക്കിയെല്ലാം ശരിയാണ്. വെളുത്ത പ്ലേഗ് ക്ഷയം, ചുവന്ന പ്ലേഗ് വസൂരി, നാവികരുടെ പ്ലേഗ് സ്കർവി. തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. ഇവിടെ കൊടുത്തിരിക്കുന്നത് മാൾട്ടാപ്പനി, ലീഷ്മാനിയാസിസ്. ഇത് തെറ്റാണ്. മാൾട്ടാപ്പനിയും ലീഷ്മാനിയാസിസും വേറെ അസുഖങ്ങളാണ്. മാൾട്ടാപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രൂസല്ലോസിസ് രോഗം. വിസറൽ ലീഷ്മാനിയാസിസ് അറിയപ്പെടുന്നത് കാല അസർ എന്നാണ്. മാൾട്ടാപ്പനി, ബ്രൂസല്ലോസിസ് രോഗം, വിസറൽ ലീഷ്മാനിയാസിസ്, കാല അസർ. ബാക്കിയെല്ലാം ശരിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്നതിൽ
തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ എ ആണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർച്ച് 31 കുഷ്ഠരോഗ നിവാരണ ദിനം. അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കുഷ്ഠരോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മാർച്ച് 8 വൃക്ക ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ജൂലൈ 6 ജന്തുജന്യ രോഗദിനം. കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ഓൾറെഡി ഉത്തരം നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ എ ആണ്, ലൂയി പാസ്റ്റർ. ഏതിനം കൊതുകാണ് ടൈഗർ മൊസ്കിറ്റോ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ഈഡീസ് കൊതുകുകളാണ്. ടൈഗർ മൊസ്കിറ്റോ എന്നറിയപ്പെടുന്നത് ഈഡീസ് കൊതുകുകൾ. പേപ്പട്ടി വിഷബാധയ്ക്ക് കാരണം? ഓപ്ഷൻ സി ആണ്, വൈറസ് ആണ്. പേപ്പട്ടി വിഷബാധയ്ക്ക് കാരണം വൈറസ്. അടുത്ത ചോദ്യം, എബോളയുടെ രോഗകാരി ഏത്? ഓപ്ഷൻ ഡി ആണ്, വൈറസ്. ഒരു വൈറസ് രോഗമാണ് എബോള. സാർസ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്, ശ്വാസകോശത്തെയാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആര്? വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, എഡ്വേർഡ് ജെന്നർ. ഏറ്റവും പഴക്കമുള്ള രോഗം ഏത്? ഓപ്ഷൻ സി ആണ്, കുഷ്ഠമാണ്. ഏറ്റവും പഴക്കമുള്ള രോഗം കുഷ്ഠം. യേഴ്സിനിയ പെസ്റ്റിസ് കാരണമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ബി ആണ്, പ്ലേഗ് ആണ്. പ്ലേഗ് എന്ന രോഗത്തിന്റെ രോഗകാരി യേഴ്സിനിയ പെസ്റ്റിസ്. എന്നാൽ പ്ലേഗ് രോഗം പരത്തുന്നത് എലിച്ചെള്ളാണ്. മാറിപ്പോവരുത്. കോഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖമേത്? ഓപ്ഷൻ എ ആണ്, ക്ഷയമാണ്. കോഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്ന കോശമേത്? HIV. ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റ്. HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. ഓങ്കോജീനുകൾ ഏത് രോഗത്തിന് കാരണമാകുന്നു? ഓപ്ഷൻ സി ആണ്, ക്യാൻസർ. ഓങ്കോജീനുകൾ ക്യാൻസറിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം, HIV വാക്സിൻ എന്തിനെയാണ് പ്രതിരോധിക്കുന്നത്? HIV വാക്സിൻ. ഓപ്ഷൻ എ ആണ്, ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ രോഗത്തെ പ്രതിരോധിക്കുന്ന വാക്സിനാണ് HIV. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. രോഗങ്ങളും അവ പകരുന്ന രീതികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മന്ത് സമ്പർക്ക മുഖേന. ഇത് തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. അടുത്തത് മലമ്പനി ഈച്ച മുഖേന. അതും തെറ്റാണ്. മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മീസിൽസ് വായുവിലൂടെ, ടൈഫോയിഡ് ജലത്തിലൂടെ. അടുത്ത ചോദ്യം, ചിക്കൻ ഗുനിയ പരത്തുന്നത്? ഓപ്ഷൻ ബി ആണ്, ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, ഡെക്സ്ട്രോകാർഡിയ. മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. അടുത്തത്, താഴെ പറയുന്ന ഏത് വാക്സിനാണ് ഇൻഫ്ലുവൻസ രോഗത്തിന് പ്രതിരോധ വാക്സിനായി നൽകുന്നത്? ഓൾറെഡി നമ്മൾ ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ സി ആണ്, HIV വാക്സിൻ. അടുത്ത ചോദ്യം, ഏത് മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി? ഓപ്ഷൻ എ ആണ്, കോർണിയ. കോർണിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് കെരാറ്റോപ്ലാസ്റ്റി. താഴെ പറയുന്നവയിൽ ക്ഷയരോഗ നിർണയത്തിനായുള്ള പരിശോധനയിൽ ഉൾപ്പെടാത്തതേത്? ചോദ്യം വ്യക്തമായി വായിക്കണം. ക്ഷയരോഗ നിർണയത്തിനായുള്ള പരിശോധനയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നേവ ടെസ്റ്റ്. നേവ ടെസ്റ്റ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ള ഡോട്ട്സ് ടെസ്റ്റ്, മാൻഡോ ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ് ഇവയെല്ലാം ക്ഷയരോഗ നിർണയ പരിശോധനകളാണ്. ചുവടെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് റൈനോ വൈറസ് രോഗകാരിയാകുന്നത്?
ഓൾറെഡി നമ്മൾ പറഞ്ഞ ഉത്തരമാണ് ജലദോഷം. മനുഷ്യരിൽ ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഹാഷിമോട്ടോ. പോളിയോയ്ക്കെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ജോനാസ് ഇ സാൽക്ക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. ആദ്യത്തെ ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്ക്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മെനിഞ്ചൈറ്റിസ്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ മെനിഞ്ചൈറ്റിസ്. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു? ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ. ചിക്കൻ ഗുനിയ എന്ന രോഗത്തിന് കാരണമായ രോഗാണു? ഓപ്ഷൻ ഡി ആണ് വൈറസ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം ഹീമോഫീലിയ. ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന അസുഖം സാധാരണമായി അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ബി ആണ് മന്ത്. ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് മന്ത് രോഗമാണ്. വായുവിൽ കൂടി പകരാത്ത രോഗമേത്? ഓപ്ഷൻ ഡി ആണ് കോളറ. മലിനമായ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ. ബാക്കിയുള്ള ആന്ത്രാക്സ്, ക്ഷയം, ചിക്കൻ പോക്സ് ഇവയെല്ലാം വായുവിൽ കൂടി പകരുന്ന രോഗമാണ്. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായ സൂക്ഷ്മാണുജീവി? ഓപ്ഷൻ സി ആണ് വൈറസ് ആണ്. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. വീൽസ് രോഗം എന്നറിയപ്പെടുന്ന അസുഖമേത്? ഓപ്ഷൻ സി ആണ് എലിപ്പനിയാണ്. വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി. കുരങ്ങുപനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത്? ഓപ്ഷൻ എ ആണ് വൈറസ് ആണ്. കുരങ്ങുപനിക്ക് കാരണം വൈറസ്. താഴെ കൊടുത്തവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? ഓപ്ഷൻ സി ആണ് കോളറയാണ്. കോളറ രോഗത്തിന്റെ രോഗകാരി വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. അടുത്ത ചോദ്യം, വാക്സിനേഷനിലൂടെ ഭൂമുഖത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ രോഗം? ഓപ്ഷൻ ബി ആണ് സ്മോൾ പോക്സ് ആണ്. വാക്സിനേഷനിലൂടെ ഭൂമുഖത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ രോഗം സ്മോൾ പോക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് ത്വക്കിനെ ബാധിക്കുന്ന അസുഖം? ഓപ്ഷൻ സി ആണ് എക്സിമ. ത്വക്കിനെ ബാധിക്കുന്ന ഒരസുഖമാണ് എക്സിമ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3. അതായത് മലേറിയ, അമീബിയാസിസ് ഇവ രണ്ടും പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ടൈഫോയിഡ് രോഗത്തിന്റെ രോഗകാരി ബാക്ടീരിയയാണ്. ഡെങ്കിപ്പനി വൈറസ് ആണ്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. SSCRT ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉം തെറ്റാണ്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം. അതായത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, അത് തെറ്റാണ്. ബാക്കി വരുന്ന ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, അത് ശരിയാണ്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. അടുത്ത ചോദ്യം, ഹൈഡ്രോഫോബിയ എന്നത് താഴെ പറയുന്നതിൽ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഹൈഡ്രോഫോബിയ എന്നത് വെള്ളത്തിനെ പേടി എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. റാബിസ്. റാബിസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ഹൈഡ്രോഫോബിയ. താഴെ പറയുന്നതിൽ പകർച്ചവ്യാധി ഏത്? ഓപ്ഷൻ സി ആണ്. ഡിഫ്തീരിയയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോക ഓട്ടിസം ദിനം ഏപ്രിൽ 1 എന്നാണ്. അത് തെറ്റാണ്. ലോക ഓട്ടിസം ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 2 ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോക
പോളിയോ ദിനം ഒക്ടോബർ 24, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? ബാക്ടീരിയ രോഗങ്ങളിൽ ഉൾപ്പെടാത്തവ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. അതായത് ചിക്കുൻഗുനിയയും വസൂരിയും വൈറസ് രോഗങ്ങളാണ്. ഇതിൽ ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണം ട്രക്കോമ മാത്രമാണ്. നമ്മുടെ ചോദ്യം ബാക്ടീരിയ രോഗങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ്. ഉത്തരം 2ഉം 3ഉം. കോമൺ കോൾഡിന് ഹേതുവായ വൈറസ്, അതായത് നമ്മുടെ ജലദോഷത്തിന് ഹേതുവായ വൈറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ ഡി ആണ് റിനോ അല്ലെങ്കിൽ റൈനോ വൈറസ്. ടൈഫോയിഡ് പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഓപ്ഷൻ ഡി ആണ് സാൽമൊണല്ല. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് പനിക്ക് കാരണം. ORS ഏത് രോഗത്തിന് ചെറുക്കാൻ നൽകുന്നതാണ്? ഓപ്ഷൻ ബി ആണ് കോളറ. താഴെ പറയുന്ന വൈറസ് രോഗത്തിൽ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നത് ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓപ്ഷൻ ബി ആണ് H1N1. താഴെ പറയുന്നതിൽ ഫംഗസ് മുഖേന ഉണ്ടാകുന്ന രോഗമേത്? താഴെ പറയുന്നവയിൽ ഫംഗസ് മുഖേന ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ ഡി ആണ് റിംഗ് വേം. അടുത്ത ചോദ്യം, കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, RNA വൈറസ് ആണ്. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? ഓൾറെഡി ഉത്തരം നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ എ ആണ് എയ്ഡ്സ്. ബാക്ടീരിയകൾ കാരണം അല്ലാതെ ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് വൈറസ് രോഗമാണ്. ബാക്കിയുള്ള ടൈഫോയിഡ്, ഡിഫ്തീരിയ, ന്യൂമോണിയ ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. എലിഫന്റാസിസ് അല്ലെങ്കിൽ മന്ത് രോഗമുണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് വിരകളാണ്. മന്ത് രോഗത്തിന്റെ രോഗാണു വിരകളാണ്. രോഗവാഹകർ അല്ലെങ്കിൽ രോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ബോട്ടുലിസം എന്നത് ഏതിനം രോഗത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭക്ഷ്യവിഷബാധയാണ് ബോട്ടുലിസം. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് വിഷ്വൽ എയ്ഡ്സ്. അടുത്ത ചോദ്യം, എയ്ഡ്സ് രോഗനിർണയ പരിശോധനകളിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠരോഗനിർണയ ടെസ്റ്റാണ്. ബാക്കിയുള്ള നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഇവയെല്ലാം എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകളാണ്. അടുത്ത ചോദ്യം, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ എ ആണ് ക്ഷയം. മനുഷ്യരിൽ തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മെലനോമ. മെലനോമ ത്വക്കിനെ ബാധിക്കുന്ന അസുഖമാണ്. ബാക്കിയുള്ള പോളിയോ, കുഷ്ഠം, ഹണ്ടിങ്സൺ ഇവയെല്ലാം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൈക്കോവ്-D. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ സൈക്കോവ്-D. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. ബാക്കിയുള്ള അരിമ്പാറ, മീസിൽസ്, ജലദോഷം ഇവയെല്ലാം വൈറസ് രോഗങ്ങളാണ്. ചുവടെ പറയുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ ശരിയായത് ഏതാണ്? ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ്, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ് ശ്വാസകോശമാണ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഏതൊക്കെയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. അതായത് മലേറിയ, മന്ത്,
സിക്ക വൈറസ് രോഗം. ഈ 3 രോഗങ്ങളും പരത്തുന്നത് കൊതുകാണ്. താഴെ പറയുന്നവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ് ആണ്. കാല അസർ എന്ന രോഗം പരത്തുന്നത്? കാല അസർ എന്ന രോഗത്തിന്റെ വേറൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, സാൻഫ്ലൈ. കാല അസർ എന്ന രോഗം പരത്തുന്നത് സാൻഫ്ലൈ ആണ്. കാല അസർ എന്ന രോഗത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത് പ്രോട്ടോസോവയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശ്വാസകോശ രോഗങ്ങൾ ഏതെല്ലാം? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 2, 4. അതായത് വില്ലൻ ചുമ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ. ഇവയെല്ലാം ശ്വാസകോശ രോഗങ്ങളാണ്. അടുത്ത ചോദ്യം. വീൽസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം? ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്, എലിപ്പനി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പോളിയോ, പാർക്കിൻസൺസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി പോളിയോ, പാർക്കിൻസൺസ്. അടുത്ത ചോദ്യം. പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നതിനാൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന നാഡീരോഗമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാർക്കിൻസൺസ്. പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നതിനാൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന നാഡീരോഗമാണ് പാർക്കിൻസൺസ്. ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വർണ്ണാന്തത. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. അടുത്ത ചോദ്യം. ക്ലോറോമൈസെറ്റിൽ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ്? ഓപ്ഷൻ എ ആണ്, ടൈഫോയിഡ്. കുട്ടികളിൽ രോഗം വരാതിരിക്കുന്നതിന് രോഗപ്രതിരോധ ശേഷി ആവശ്യമാണല്ലോ. രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ്. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ്, BCG ആണ്. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് BCG. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ സി ആണ്, കോളറയാണ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, മൈക്കോളജി. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും അകലെയുള്ളതിനെ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ എ ആണ്, മയോപ്പിയ. അടുത്ത ചോദ്യം. ബാക്ടീരിയ ഉൾപ്പെടുന്ന ജീവവിഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, മൊണീറ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ്, ഓപ്ഷൻ എ ആണ്, കൊതുകാണ്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ ഡി ആണ്, ഹെപ്പറ്റൈറ്റിസ്. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ചുവടെ പറയുന്ന നേത്രരോഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് കണ്ടെത്തി ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, വർണ്ണാന്തത, ഡാൾട്ടനിസം. വിഷമദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ. ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം? ഓപ്ഷൻ ബി ആണ്, ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. 5ാം പനിക്ക് കാരണമായ സൂക്ഷ്മാണു? ഓപ്ഷൻ ബി ആണ്, വൈറസ് ആണ്. 5ാം പനിക്ക് കാരണമായ സൂക്ഷ്മാണു വൈറസ്. ലോക ഹീമോഫീലിയ ദിനം? ബാസില്ലസ് കാൽമെറ്റ് ഗുറിൻ. എന്താണ്? ഓപ്ഷൻ സി ആണ്, ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പ്. അതായത് BCGയുടെ ഫുൾ ഫോം ആണ് ബാസില്ലസ് കാൽമെറ്റ് ഗുറിൻ. താഴെ പറയുന്നവയിൽ
ജനിതക രോഗത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ജനിതക രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, നിശാന്തതയാണ്. ബാക്കിയുള്ള സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, വർണ്ണാന്തത ഇവയെല്ലാം ജനിതക രോഗങ്ങളാണ്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. താഴെ പറയുന്നവയിൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖം അല്ലെങ്കിൽ ന്യൂനത അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആണ്, പയോറിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പയോറിയ ബാധിക്കുന്നത് മോണയെയാണ്. വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ്, ആന്ത്രാക്സ് ആണ്. വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് രോഗമേത്? ഓപ്ഷൻ ഡി ആണ്, റാബീസ്. താഴെ പറയുന്നതിൽ ബാക്ടീരിയ കാരണമല്ലാത്ത രോഗമേത്? ഓപ്ഷൻ ബി ആണ്, യെല്ലോ ഫീവർ. യെല്ലോ ഫീവർ വൈറസ് രോഗമാണ്, ബാക്കിയുള്ളതെല്ലാം ബാക്ടീരിയ രോഗമാണ്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഉന്മൂലനം ചെയ്തു എന്ന് കരുതുന്ന രോഗമേത്? ഓപ്ഷൻ എ ആണ്, സ്മോൾ പോക്സ് ആണ്. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാരിസെല്ല വൈറസ്. ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, എലിപ്പനിയാണ്. സൂണോറ്റിക് എന്ന് പറയുന്നത് മൃഗങ്ങൾ വഴി രോഗം പടരുന്ന അസുഖമാണ്. അതിന് ഉദാഹരണം എലിപ്പനിയാണ്. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാക്ടീരിയ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബ്രേക്ക് ബോൺ ഡിസീസ് എലിപ്പനി. ഇത് തെറ്റാണ്, ഓൾറെഡി അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഹാൻസൻസ് രോഗം, കുഷ്ഠം, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനി. താഴെ പറയുന്നവയിൽ പാരമ്പര്യ രോഗമേത്? ഓപ്ഷൻ സി ആണ്, വർണ്ണാന്തത. തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മഞ്ഞപ്പനി ഫംഗസ്. മഞ്ഞപ്പനിക്ക് കാരണമായ രോഗാണു വൈറസ് ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. കുരങ്ങ് പനി വൈറസ്, മലമ്പനി പ്രോട്ടോസോവ, എലിപ്പനി ബാക്ടീരിയ. ടെറ്റനി എന്ന രോഗം എന്തിന്റെ പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, പേശികളുടെ പ്രവർത്തനത്തെയാണ് ടെറ്റനി ബാധിക്കുന്നത്. രക്തത്തിൽ യൂറിക് ആസിഡ് അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ എ ആണ്, ഗൗട്ടാണ്. രക്തത്തിൽ യൂറിക് ആസിഡ് അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏത്? പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, H5N1. പക്ഷിപ്പനിക്ക് കാരണം H5N1. അടുത്ത ചോദ്യം, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധതയുണ്ടാകുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിമിരമാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധതയുണ്ടാകുന്ന അവസ്ഥ തിമിരം. എയ്ഡ്സിന് കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2ഉം 4ഉം. അതായത് രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഫംഗസ് മുഖേന ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ഡി ആണ്, അത്ലറ്റ്സ് ഫുട്ട്. ഫംഗസ് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. എയ്ഡ്സ് എന്ന രോഗം എന്തിന്റെ പ്രവർത്തനത്തെയാണ് പ്രതിലോമമായി ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ. പാപ് സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ്? ഓപ്ഷൻ സി ആണ്, ഗർഭാശയ മുഖ അർബുദം. ചോദിച്ച ചോദ്യമാണ്. ജിഞ്ചിവൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ സി, മോണയെ. ഡൈ ഈഥൈൽ ഡൈ കാർബമസിൻ സിട്രേറ്റ് ഏത് രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മന്ത്.
ഡൈ ഡൈകാർബമസിൻ സിട്രേറ്റ് മന്ദരോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ്. ബില്ലിറൂബിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മഞ്ഞപ്പിത്തം. ബില്ലിറൂബിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗം മഞ്ഞപ്പിത്തം. അടുത്ത ചോദ്യം, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മലേറിയ. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി. സിഫിലിസിന് കാരണമായ ബാക്ടീരിയ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രിപ്പോനിമ പല്ലിഡിയം. സിഫിലിസിന് കാരണമായ ബാക്ടീരിയ ട്രിപ്പോനിമ പല്ലിഡിയം. അടുത്ത ചോദ്യം, മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശ്വാസകോശത്തെയാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്ത ചോദ്യം, പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗമേത്? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കൺജക്റ്റിവൈറ്റിസ്. അടുത്തത്, എല്ലാ വർഷവും മാർച്ച് 26-ന് ഏത് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് പർപ്പിൾ ദിനം ആചരിക്കുന്നത്? പർപ്പിൾ ദിനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അപസ്മാര ബോധവൽക്കരണം. മാർച്ച് 26 അപസ്മാര ബോധവൽക്കരണം, പർപ്പിൾ ദിനം. പട്ടിണി രോഗം എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മരാസ്മസ്. പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. അടുത്ത ചോദ്യം, സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുക്കൾക്ക് തകരാർ സംഭവിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അസ്ഥിസ്ഥാനഭ്രംശം. നിയന്ത്രിത പ്രവർത്തനമായ ക്രമഭംഗത്തിൽ തകരാറുകൾ സംഭവിച്ച് കോശം അമിതമായി വിഭജിച്ച് പെരുകുന്നത് ഏത് രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യാൻസർ. അക്രോമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സൊമാറ്റോട്രോപ്പിൻ. അടുത്ത ചോദ്യം, കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ എ ആണ്, പന്നിപ്പനിയാണ്. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പേശികൾ. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം പേശികൾ. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തെ നാഡികളെയും ബാധിക്കുന്ന പകർച്ചവ്യാധി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുഷ്ഠം. ജപ്പാൻ ജ്വരത്തിന്റെ രോഗാണുവാഹകർ ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യൂലെക്സ് കൊതുകുകൾ. ജപ്പാൻ ജ്വരത്തിന്റെ രോഗാണുവാഹകർ ക്യൂലെക്സ് കൊതുകുകൾ. രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും, ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് സോറിയാസിസ് പരോട്ടിഡ് ഗ്രന്ഥി. തെറ്റാണ്. സോറിയാസിസ് ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. പാർക്കിൻസൺസ് നാഡീവ്യവസ്ഥ, എയ്ഡ്സ് രോഗപ്രതിരോധ സംവിധാനം, ഹെപ്പറ്റൈറ്റിസ് കരൾ. രോഗങ്ങളും ടെസ്റ്റുകളും, ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് റോസ് ബംഗാൾ ടെസ്റ്റ് വർണ്ണാന്തത. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. വാസർമാൻ ടെസ്റ്റ് സിഫിലിസ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠം, ബില്ലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്, ക്ഷയം കരൾ. തെറ്റാണ്. ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ടൈഫോയിഡ് ചെറുകുടൽ, മഞ്ഞപ്പിത്തം കരൾ, എയ്ഡ്സ് രോഗപ്രതിരോധ വ്യവസ്ഥ. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോക്ക് ജോ ഡിസീസ് ഡിഫ്തീരിയ. അത് തെറ്റാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നതാണ് ഡിഫ്തീരിയ. ബാക്കിയെല്ലാം ശരിയാണ്. വിഷൂചിക കോളറ, വീൽസ് രോഗം എലിപ്പനി, ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വസൂരി വാരിസെല്ല വൈറസ്. അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മുണ്ടിനീര് മംസ് വൈറസ്, പകർച്ചപ്പനി ഇൻഫ്ലുവൻസ വൈറസ്, സിഫിലിസ് ട്രിപ്പോനിമ പലിഡം. ലോകത്താദ്യമായി വസൂരി രോഗത്തിനെതിരെ വാക്സിൻ വികസിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എഡ്വേർഡ് ജെന്നർ.
തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. ബാക്കിയെല്ലാം ശരിയാണ്. കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി, വിഷൂചിക കോളറ, തൊണ്ടമുള്ള ഡിഫ്തീരിയ, വൂൾ സോർട്ടേഴ്സ് ഡിസീസ്, ആന്ത്രാക്സ് എല്ലാം ശരിയാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചതുപ്പ് രോഗം എലിപ്പനി. ചതുപ്പ് രോഗം എന്ന് പറയുന്നത് മലമ്പനിയാണ്. ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾക്ക് വിജ്ഞാനം. ആദ്യ ചോദ്യം, ആരോഗ്യം എന്ന പദം അർത്ഥമാക്കുന്നതെന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. രോഗമില്ലാത്ത അവസ്ഥ. ആരോഗ്യം എന്ന പദം അർത്ഥമാക്കുന്നത് രോഗമില്ലാത്ത അവസ്ഥ. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ കാൽസ്യത്തിന്റെ അളവ് എത്ര? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1100 mg. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ കാൽസ്യത്തിന്റെ അളവ് 1100 mg. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോകാരോഗ്യ ദിനം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് എന്ത് നൽകുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഊർജം. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് ഊർജം നൽകുന്നു. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. കലോറി. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് കലോറി. ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 72 തവണ. ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണ സ്പന്ദിക്കും. മനുഷ്യ ശരീരത്തിലെ തലയുടെ വളർച്ച 5 വയസ്സിനു ശേഷം മറ്റു ഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി ഉണ്ടാകുന്നില്ല. ഈ പ്രസ്താവന ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഭാഗികമായി ശരിയോ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരിയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ തലയുടെ വളർച്ച 5 വയസ്സിനു ശേഷം മറ്റു ഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി ഉണ്ടാകുന്നില്ല. ശരിയാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരാത്ത ലക്ഷണം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. നാഡിമിടിപ്പ് വർദ്ധിക്കുന്നു. അതാണ് കണ്ടുവരാത്ത ലക്ഷണം. ബാക്കിയുള്ള ഉത്സാഹക്കുറവ്, മൂത്രം കുറവ്, ശരീരോഷ്മാവ് വർദ്ധിക്കുന്നു. ഇവയെല്ലാം സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. നമ്മുടെ ചോദ്യം കണ്ടുവരാത്ത ലക്ഷണം ഏതെന്നാണ്. അത് ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചെറുകുടലിൽ നിന്ന്. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ പോഷകഘടകം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മാംസ്യം. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമടങ്ങിയിരിക്കുന്നു? ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 65%. മനുഷ്യ ശരീരത്തിൽ ആകെ 65% ജലമടങ്ങിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 40 ലിറ്റർ. മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് 40 ലിറ്റർ. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്പൈറോമീറ്റർ. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 9 മുതൽ
11 mg/100 ml. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് 9 മുതൽ 11 mg/100 ml. ഒരു രക്തദാതാവിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കാൻ കഴിയുന്ന പരമാവധി രക്തത്തിന്റെ അളവ് എത്ര മില്ലി ലിറ്റർ ആണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 300 മില്ലി ലിറ്റർ ആണ്. ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുറയുന്നു. ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അരിയിൽ നിന്ന്. ബാക്കിയുള്ള മാംസം, മുട്ട, മത്സ്യം ഇവയിൽ നിന്ന് പ്രോട്ടീൻ ലഭ്യമാണ്. അടുത്ത ചോദ്യം, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 70 മുതൽ 110 mg/100 ml. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70 മുതൽ 110 mg/100 ml. വാർദ്ധക്യം ബാധിച്ചവരുടെ വിവിധ രോഗങ്ങളുടെ ചികിത്സ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജെറിയാട്രിക്സ്. വാർദ്ധക്യം ബാധിച്ചവരുടെ വിവിധ രോഗങ്ങളുടെ ചികിത്സ താഴെ പറയുന്നതിൽ ജെറിയാട്രിക്സിൽ പെടുന്നു. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. റെനെ ലെനക്. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്. അടുത്ത ചോദ്യം, ശരീര താപനില കുറയ്ക്കുന്ന ഔഷധങ്ങൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആന്റിപൈററ്റിക്. ശരീര താപനില കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് ആന്റിപൈററ്റിക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിപൈററ്റിക്സ് എന്ന വിഭാഗത്തിൽ പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പാരസെറ്റാമോൾ. ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. അതിനുദാഹരണമാണ് പാരസെറ്റാമോൾ. സമീകൃത ആഹാരം എന്നാൽ എന്ത്? സമീകൃത ആഹാരം എന്നാൽ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. എന്താണ്? ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. അടുത്ത ചോദ്യം, പോഷക ഘടകം ഏതെന്ന് കണ്ടെത്തുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവ ഇവയുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ഇവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഏതാണ് ഈ പോഷക ഘടകം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ധാന്യകമാണ്. അടുത്ത ചോദ്യം, ആഹാര ഘടകം ഏതെന്ന് കണ്ടെത്തുക. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മാംസ്യം. അടുത്ത ചോദ്യം, ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് എത്ര തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 ഗ്രാം. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. 1 കിലോഗ്രാമിന് 1 ഗ്രാം. മനുഷ്യനിലെ സാധാരണ കൊളസ്ട്രോളിന്റെ അളവ് എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 200 mg/dl. മനുഷ്യനിലെ സാധാരണ കൊളസ്ട്രോളിന്റെ അളവ് 200 mg/dl. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ഒരു വ്യക്തി ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്? SSCRT ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 295 ഗ്രാം. ഒരു ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണം. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സോഡിയമാണ്.
ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം സോഡിയം. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഇ ആണ് ഉത്തരം. ഇവയെല്ലാം, അതായത് ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ്, ഇവയെല്ലാം നാരടങ്ങിയ ഭക്ഷണങ്ങളാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ നില ഓൾറെഡി നമ്മൾ പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 70 മുതൽ 110 mg/dl. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് കാരണമാകുന്ന ഘടകമേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇരുമ്പ്. പോഷക ഘടകങ്ങളെ കൂടുതൽ അളവിൽ വേണ്ടതിൽ നിന്ന് കുറഞ്ഞ അളവിൽ വേണ്ടത് എന്ന ക്രമത്തിൽ എഴുതുക. പോഷക ഘടകങ്ങളെ കൂടുതൽ അളവിൽ വേണ്ടതിൽ നിന്ന് കുറഞ്ഞ അളവിൽ വേണ്ടത്. SCRT ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കാർബോഹൈഡ്രേറ്റ്, പിന്നെ വരുന്നത് പ്രോട്ടീൻ, പിന്നെ വരുന്നത് ധാതുലവണങ്ങൾ, പിന്നെ വരുന്നത് കൊഴുപ്പ്. ഏറ്റവും അധികം വേണ്ടത് കാർബോഹൈഡ്രേറ്റ്, പിന്നെ പ്രോട്ടീൻ, പിന്നെ വരുന്നത് ധാതുലവണങ്ങൾ, പിന്നെ വരുന്നത് കൊഴുപ്പ്. ഏറ്റവും ചെറിയ അളവിൽ വേണ്ടത് കൊഴുപ്പാണ്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. നിയോനെറ്റോളജി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ORS ലായനി. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ORS ലായനി. കുട്ടികളിൽ രോഗം വരാതിരിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി ആവശ്യമാണ്. രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ്. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. BCG ആണ്. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് BCG. ശരീരകോശത്തിന്റെ നിർമ്മിതിക്കും കേടുപാടുകൾ തീർക്കുന്നതിനും വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമേത്? ഓപ്ഷൻ ഡി ആണ്. പ്രോട്ടീൻ ആണ്. ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫംഗസ്. ORS ലായനിയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ORS ലായനിയുടെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ ആണ് ഉത്തരം. രക്തസ്രാവം കുറയ്ക്കാൻ. ലോക ORS ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ജൂലൈ 29. ലോക ORS ദിനം ജൂലൈ 29. താഴെ പറയുന്നതിൽ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. നട്ടെല്ലിന് പരിക്കേറ്റയാളിനെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവലംബിക്കാവുന്ന രീതി ഏത്? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പരിക്കേറ്റ ഭാഗം അനങ്ങാത്ത വിധം മലർത്തിക്കിടത്തി. എങ്ങനെയാണ്? പരിക്കേറ്റ ഭാഗം അനങ്ങാത്ത വിധം മലർത്തിക്കിടത്തി. പ്രതിരോധ ഔഷധ ചികിത്സ എന്ന നിലയിൽ പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടിക്ക് ഉറപ്പാക്കേണ്ടത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. വിറ്റാമിൻ എയും അയൺ ഗുളികകളും. പ്രതിരോധ ഔഷധ ചികിത്സ എന്ന നിലയിൽ പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കേണ്ടത് വിറ്റാമിൻ ഇ, അയൺ ഗുളികകൾ. അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിപ്പോക്രാറ്റസ്. അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ഹിപ്പോക്രാറ്റസ്. ശരീര താപനില കുറയ്ക്കാനുള്ള ഔഷധങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ സി ആണ്. ആന്റിപൈററ്റിക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ആൽബർട്ട് സാപ്പിൻ. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ORS. ചുവടെ പറയുന്നവയിൽ
ഏതെല്ലാം ഭാഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കാണ് ഒരു ENT ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചെവി, മൂക്ക്, തൊണ്ട. ഒരു ENT ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്നത് ചെവി, മൂക്ക്, തൊണ്ട എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ്, എഡ്വേർഡ് ജെന്നർ. സ്റ്റെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, ഹൃദയം. മനുഷ്യന്റെ ദഹനവ്യൂഹത്തിലെ തടസ്സങ്ങളും മുറിവുകളും കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ ഡി ആണ്, എൻഡോസ്കോപ്പി. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡോക്ടർ ഇസ്മാർക്ക്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ ഇസ്മാർക്ക്. ചോദിച്ച ചോദ്യമാണ്. അവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് ആര്? അവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡോക്ടർ ബി ഇക്ബാൽ. ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ആണ്, ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 10. ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സുശ്രുതൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ. അടുത്ത ചോദ്യം, വിശപ്പില്ലായ്മ എന്ന ആരോഗ്യ പ്രശ്നവുമായി ഒരു വ്യക്തി ഡോക്ടറെ കാണുന്നു. വിശപ്പില്ലായ്മ എന്ന അവസ്ഥയെ വൈദ്യശാസ്ത്രത്തിൽ നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനോറെക്സിയ. വിശപ്പില്ലായ്മ എന്ന അവസ്ഥയെ വൈദ്യശാസ്ത്രത്തിൽ നിർവചിച്ചിരിക്കുന്നത് അനോറെക്സിയ. ഹോമിയോപ്പതി എന്ന ചികിത്സാരീതി കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ സി ആണ്, സാമുവൽ ഹാനിമാൻ. നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്ന വിഭാഗം ഏത്? ഓപ്ഷൻ സി ആണ്, ന്യൂറോളജി. ശ്വാസനാളം തടസ്സപ്പെട്ട ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത്? SSCRT ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആദ്യം ചെയ്യേണ്ടത് ശ്വാസതടസ്സം നീക്കുക എന്ന കാര്യമാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏത്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്മോൾ ലെറ്റർ APTT. APTT. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബ്ലഡ് പ്രഷർ. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. അടുത്ത ചോദ്യം, പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ? ഓപ്ഷൻ സി ആണ് ഉത്തരം, എംഫിസിമ. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംഫിസിമ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബീറ്റാ കോശങ്ങളാണ്. ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം ഏത്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 3. അതായത് മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, നവംബർ 14.
ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14 അടുത്ത ചോദ്യം, നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നീലവൃത്തം. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ നീലവൃത്തം. ഏതിന്റെ സാന്നിധ്യമാണ് ബെനഡിക്ട് ടെസ്റ്റിലൂടെ തിരിച്ചറിയുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡയബറ്റീസ്. ബെനഡിക്ട് ടെസ്റ്റിലൂടെ തിരിച്ചറിയുന്നത് ഡയബറ്റീസ്. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മെയ് 31. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31. അടുത്ത ചോദ്യം, അമിതമായ ലഹരി പാനീയങ്ങളുടെ ഉപയോഗം ഏത് അവയവത്തെയാണ് സാരമായി ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കരളിന്റെ പ്രവർത്തനത്തെയാണ് സാരമായി ബാധിക്കുന്നത്. രോഗങ്ങൾ വായുവിലൂടെയും മലിനജലത്തിലൂടെയും അല്ലാതെ ജീവിതശൈലി വഴിയും ഉണ്ടാകും. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രമേഹമാണ്. ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമേത്? ചോദ്യം വ്യക്തമായി വായിക്കണം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ടൈപ്പ് 1 പ്രമേഹമാണ്. ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം. പുകവലി മൂലമുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. അതിൽ പക്ഷാഘാതം വരുന്നുണ്ട്, പിന്നെ വരുന്നത് ശ്വാസകോശ ക്യാൻസർ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ. ഇവയെല്ലാം പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടുള്ള പ്രമേഹം ഏത്? ഓപ്ഷൻ ബി ആണ്, ടൈപ്പ് 2 പ്രമേഹമാണ്. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടുള്ള പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. അടുത്ത ചോദ്യം, പ്രമേഹത്തിന്റെ ഏതു വകഭേദമാണ് ജീവിതശൈലി രോഗമായി കരുതുന്നത്? 2 രീതിയിലുള്ള പ്രമേഹമുണ്ട്, ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം. ഇതിൽ ഏതു വകഭേദമാണ് ജീവിതശൈലി രോഗമായി കരുതുന്നത്? ഓപ്ഷൻ ബി ആണ്, ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗമായി കരുതുന്നത്. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2ഉം 4ഉം മാത്രം. അതായത് ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു, ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു, ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഇത് രണ്ടുമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, രക്തസമ്മർദ്ദം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ്, ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. അടുത്ത ചോദ്യം, പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മുൻവർഷ ചോദ്യമാണ്. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്നു തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. ശരിയാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. ദിവസേന പഞ്ചസാര കഴിക്കുന്നവർക്ക് മാത്രമേ പ്രമേഹം ബാധിക്കുകയുള്ളൂ. തെറ്റാണ്. പ്രമേഹ രോഗത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. അതും തെറ്റാണ്. പ്രമേഹം പരിശോധിക്കാൻ രക്തം, മൂത്രം എന്നീ സാമ്പിളുകൾ ആവശ്യമില്ല. അതും തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി മാത്രമാണ്. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്നു തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. അടുത്ത ചോദ്യം, നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്? ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹൈപ്പർ ടെൻഷൻ. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹീമോഫീലിയ. അടുത്ത ചോദ്യം, സന്ധികളെ ബാധിക്കുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ആർത്രൈറ്റിസ്.
താഴെ പറയുന്നതിൽ ഒരു തൊഴിൽജന്യ രോഗം ഏത്? ഓപ്ഷൻ സി ആണ് സിലിക്കോസിസ്. താഴെ തന്നിരിക്കുന്നതിൽ തൊഴിൽജന്യ രോഗമാണ് സിലിക്കോസിസ്. അടുത്ത ചോദ്യം, കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ഒരു തൊഴിൽജന്യ രോഗമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ഒരു തൊഴിൽജന്യ രോഗമാണ് ന്യൂമോകോണിയോസിസ്. മൺപാത്ര നിർമ്മാണം, സിറാമിക് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഒരു തൊഴിൽജന്യ രോഗമാണ്. ഓപ്ഷൻ ബി ആണ് സിലിക്കോസിസ്. മൺപാത്ര നിർമ്മാണം, സിറാമിക് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് സിലിക്കോസിസ്. ഗ്രൈൻഡേഴ്സ് ആസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് സിലിക്കോസിസ്. ഗ്രൈൻഡേഴ്സ് ആസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ഓപ്ഷൻ എ ആണ് ശ്വാസകോശത്തെയാണ്. സിലിക്കോസിസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്ത നമുക്കിനി കുറച്ച് ജനിതക രോഗങ്ങളെ കുറിച്ച് പഠിക്കാം. ഡൗൺ സിൻഡ്രോം എന്ന ജനിതക രോഗത്തിന്റെ കാരണം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം എന്ന ജനിതക രോഗത്തിന്റെ കാരണം? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വരൂപ ക്രോമസോമുകൾ ഒന്ന് കൂടുന്നു. ശരിക്കും 44 സ്വരൂപ ക്രോമസോമുകളും 2 ലിംഗ ക്രോമസോമുകളുമാണ് മനുഷ്യനിലുള്ളത്. അതിൽ സ്വരൂപ ക്രോമസോമുകളിൽ ഒന്നുകൂടി 45 എണ്ണം കാണുന്നതാണ് മംഗോളിസം. അടുത്ത ചോദ്യം, പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കൂടുന്ന അവസ്ഥ? ഓപ്ഷൻ സി ആണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കൂടുന്ന അവസ്ഥയാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. അടുത്ത ചോദ്യം, ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബി സി, അതായത് ഓസ്റ്റിയോപൈറോസിസ് ടെറ്റനി. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥ? ഓപ്ഷൻ ഡി ആണ് ടർണേഴ്സ് സിൻഡ്രോം. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥയാണ് ടർണേഴ്സ് സിൻഡ്രോം. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഏപ്രിൽ 17. താഴെ പറയുന്നവയിൽ ജനിതക രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് നിശാന്തത. ബാക്കിയുള്ള സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, വർണ്ണാന്തത ഇവയെല്ലാം ജനിതക രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അരിവാൾ രോഗം. താഴെ പറയുന്നവയിൽ പാരമ്പര്യ രോഗമേത് അല്ലെങ്കിൽ ജനിതക രോഗമേത്? ഓപ്ഷൻ സി ആണ് വർണ്ണാന്തത. ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? രോഗികളെ പരിചരിക്കുന്നവരാണ്. ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് രോഗികളെ പരിചരിക്കുന്നവരാണ്. അടുത്ത ചോദ്യം, ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കുഷ്ഠരോഗം. സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ്? മുൻവർഷ ചോദ്യമാണ്, മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. സാന്ത്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്.
താഴെ പറയുന്നതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? താഴെ പറയുന്നതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 ശരിയാണ്. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മരുന്ന് കൊടുത്തുള്ള ചികിത്സ ലഭ്യമാണ്. കൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന സേവനങ്ങളല്ല. അതായത് പ്രസവവും പരിചരണവും കിടത്തി ചികിത്സ, ഇതൊന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സേവനമല്ല. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത്? ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്പെക്ട്രം ആണ്. 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പൂർണ്ണമായും സർക്കാർ ചിലവിൽ നടത്തുന്ന പദ്ധതി അറിയപ്പെടുന്നത്? 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പൂർണ്ണമായും സർക്കാർ ചിലവിൽ നടത്തുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹൃദ്യം. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. അത് തെറ്റാണ്. സാന്ത്വനം പദ്ധതിയുടെ ഉപഭോക്താക്കൾ കിടപ്പ് രോഗികളാണ്. എന്നാൽ കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് ആശ്വാസകിരണം എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി എംപ്ലോയ്മെന്റ് വകുപ്പും കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി എംപ്ലോയ്മെന്റ് വകുപ്പും കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൈവല്യ. ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനുള്ള വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതി അറിയപ്പെടുന്നത്? ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനുള്ള വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓർമ്മ ദിനത്തിൽ ഒരു സാന്ത്വനം. താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് എന്താണ്? ഓപ്ഷൻ സി ആണ്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. OP സംവിധാനങ്ങളുടെ നവീകരണം, ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ. ഇതിൽ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ സി ആയിരുന്നു. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് ഈ പദ്ധതി? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ എ ആണ്. ആശ്വാസകിരണം പദ്ധതി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം വഹിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. മോഹൻലാൽ. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം. ആയുർദളം. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ്
സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കേരള കയർ കോർപ്പറേഷൻ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ. അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ. അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടലുകൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ്? അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടലുകൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടൽ. കോവിഡ് സാഹചര്യത്തിൽ 3 മുതൽ 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. കോവിഡ് സാഹചര്യത്തിൽ 3 മുതൽ 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, തേനമൃത്. ചുവടെ പറയുന്നവയിൽ ഏത് രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനായി ഗവൺമെന്റ് ആഹ്വാനം ചെയ്ത പദ്ധതിയാണ് ചെങ്ങല പൊട്ടിക്കൽ അല്ലെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊറോണ വൈറസ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് SPCയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചിരി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ്. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്നേഹപൂർവം. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്ന്? നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാണ് ആരംഭിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2013. ആശാപ്രവർത്തകരുടെ യോഗ്യത, ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നത് ആശാപ്രവർത്തകരുടെ യോഗ്യതയാണ്. അതിൽ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്, +2 പാസ്സായിരിക്കണം. അത് തെറ്റാണ്. ആശാപ്രവർത്തകരുടെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അതേ പഞ്ചായത്തിലെ വ്യക്തിയായിരിക്കണം, ഒരു വനിതയായിരിക്കണം, 45 വയസ്സിനും പ്രായപരിധിയിലുള്ള ആളാകണം. ചോദ്യം: കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം, അനുയാത്ര. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. അത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്നേഹപൂർവം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ മന്ഥൻ 3ന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കേരളമാണ്. ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദി കർവ് എന്ന പരിപാടി താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊറോണ വൈറസ്. കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ്
കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ധ്വനി. ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 3 ശരിയാണ്, 4ാമത്തെ തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് താലോലം പദ്ധതി എന്നത് ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പരിപാടി. തെറ്റാണ്. ഓൾറെഡി നമ്മൾ താലോലം പദ്ധതി എന്താണെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. വിമുക്തി എന്ന് പറയുന്നത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. യെസ് കേരള എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വിശേഷി വികസിപ്പിക്കുക, ആ ഒരു പദ്ധതിയാണ്. മൃതസഞ്ജീവനി സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ, അവയുടെ ഉദ്ദേശം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ, അവയുടെ ഉദ്ദേശം ഇവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ആശ്വാസ കിരണം പദ്ധതി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ശയ്യാവലംബരായ രോഗികളുടെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം വേതനം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. ആരോഗ്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് സംസ്ഥാനമൊട്ടാകെയുള്ള സർക്കാർ സ്കൂളുകളിൽ വ്യാപകമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ആരോഗ്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് സംസ്ഥാനമൊട്ടാകെയുള്ള സർക്കാർ സ്കൂളുകളിൽ വ്യാപകമാക്കുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസാദം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അമൃതം ആരോഗ്യം. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം എന്ന പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അമൃതം ആരോഗ്യം എന്ന പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് നയനാമൃത, പാദസ്പർശ, സിറാസ് ഇവയാണ് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ. ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞം അറിയപ്പെടുന്നത്? പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആരോഗ്യ ജാഗ്രത. കേരള സാമൂഹ്യനീതി വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കായിട്ടുള്ള സ്ഥാപനമാണ് ആശാഭവൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കായിട്ടുള്ള സ്ഥാപനമാണ് ആശാഭവൻ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്നത്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി നിരാമയ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മിഠായി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വയോമിത്രം. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ഉത്തരം.
തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിന്റെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പാലിയേറ്റീവ് പരിചരണം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, CT സ്കാൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളാണ്. അതായത് പ്രതിരോധ കുത്തിവയ്പ്പ്, പാലിയേറ്റീവ് പരിചരണം, ഡോക്ടറുടെ സേവനം. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, തൊഴിലുറപ്പ് പദ്ധതി. ബാക്കിയുള്ളവയെല്ലാം നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. ഹരിത കേരളം പദ്ധതി, ആർദ്രം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി. ചോദ്യം: പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മാതൃയാനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വന. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2012 മൃതസഞ്ജീവനി പദ്ധതി തുടക്കം കുറിച്ചത്. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഓപ്ഷൻ ഡി ആണ്, 1056 അല്ലെങ്കിൽ 1056 കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. KASP വിപുലീകരിക്കുക. KASP വിപുലീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന 3 പദ്ധതികളില് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1 ഉം 3 ഉം. അതായത് സ്നേഹപൂർവവും സ്നേഹ സാന്ത്വനവും. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആത്മഹത്യാ പ്രവണത ചെറുക്കാനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ്. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സമാശ്വാസം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ COVID-19 രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ COVID-19 രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുഖായുഷ്യം. ആദിവാസി മേഖലയിലെ വീടുകളിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി. ആദിവാസി മേഖലയിലെ വീടുകളിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗർഭകാല ഗോത്രമന്ദിരം. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, യെല്ലോ ലൈൻ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം, തൂവാല വിപ്ലവം. കേരള സർക്കാർ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ. ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം. കേരള സർക്കാർ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ
ഓപ്ഷൻ സി ആണ് ഉത്തരം, ജീവരക്ഷ. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശ്രുതി തരംഗം. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഉത്തരമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മൃതസഞ്ജീവനി മോഹൻലാൽ. കഴിഞ്ഞ മെയിൻസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനലാണ്. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ്, സ്വയം തൊഴിൽ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ സി ആണ്, സ്പാർക്ക്. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നവകേരളം കർമ്മ പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് ഇതിനു പുറമെ 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രൈബൽ പ്ലസ്. ചുവടെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവർണേഴ്സ് പദ്ധതികൾ ഏതെല്ലാമാണ്? ചുവടെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവർണേഴ്സ് പദ്ധതികൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഏതൊക്കെയാണ്? ഫ്രണ്ട്സ്, സ്പാർക്ക്, സ്വീറ്റ്, മെസ്സേജ്. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം ഏത്? ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകൾ, വിധവകൾ എന്നീ പിന്നോക്ക അവസ്ഥയിലുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ്, ശരണ്യ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുവാൻ കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഓപ്ഷൻ സി ആണ്, കെ ഫോൺ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പായ യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്ത സംസ്ഥാനം ഓപ്ഷൻ സി ആണ്, കേരളം. കേരളത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി നിലവിൽ വന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സാമൂഹ്യനീതി വകുപ്പ്. കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് എന്ന്? കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1975 സെപ്റ്റംബറിലാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അതിന്റെ കൂടെ തന്നെ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. Thank you.